റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇംഗ്ലീഷ് എന്നുള്ളത് അവർക്ക് വ്യക്തമായൊരു ചിത്രം കിട്ടും. ഉദാഹരണത്തിന് ഒരുപാട് ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം കേട്ട് മടുത്തവർ പഠിച്ചവരുമാണ് നമ്മൾ. അതുകൊണ്ട് യാതൊരു കാര്യം ഉണ്ടായിട്ടില്ല എന്നതും ഇപ്പം നമ്മൾ അനുഭവത്തിലൂടെ കണ്ടു. ഇനി പ്രായോഗികമായി ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം, സ്പോക്കൺ ഇംഗ്ലീഷ് ഓർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടിയോട് പറയുക, വലിയ ഇംഗ്ലീഷ് നോളജ് ഒന്നും ഇല്ലാത്തൊരു കുട്ടിയോട് കം ഹിയർ, രണ്ട് വാക്കുകൾ, ഇതൊരു ഫ്രേസാണ്. കം ഹിയർ ആൻഡ് ബി സീറ്റഡ്. ഓപ്പൺ ദ വിൻഡോ, ഒരു കുട്ടിയോട് പറയുന്നു ഓപ്പൺ ദ വിൻഡോ, വിൻഡോ ചൂണ്ടി പറയുന്നു ഓപ്പൺ ദ വിൻഡോ, അവനത് മനസ്സിലാക്കുന്നു. ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഓപ്പൺ ദ വിൻഡോ പ്ലീസ്. ഐ ഫീൽ മച്ച് ബെറ്റർ നൗ. ഐ ഫീൽ ഗുഡ്. ഐ വുഡ് ലൈക്ക് ടു സ്ലീപ്. ചെറിയ ചെറിയ വാചകങ്ങൾ സിറ്റുവേഷനിൽ കൊടുത്തു കഴിയുമ്പോൾ ഇതിന്റെ ആശയം, അർത്ഥം എന്തെന്ന കോണ്ടെക്സ്റ്റിൽ നിന്ന്, ആ സന്ദർഭത്തിൽ നിന്ന് കുട്ടികൾ മനസ്സിലാക്കുകയും അതിനുശേഷം ഈ ഫ്രേസസ് അല്ലെങ്കിൽ ഈ സെൻസ് ഗ്രൂപ്പ്സ്, ഈ വാചകങ്ങൾ ഡ്രിൽ ചെയ്ത്, വളരെ ഈസി ആയിട്ടുള്ള ഷോർട്ട് സെന്റൻസസ് ആണ്, അത് ഡ്രിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത് നമ്മൾ സിമെന്റപ്പ് ചെയ്യുന്നു, അവരിൽ ഉറപ്പിക്കുന്നു. അങ്ങനെ ഡ്രില്ലിങ്ങിലൂടെ സിമ്പിൾ സെന്റൻസസ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് പറഞ്ഞു പഠിപ്പിക്കും. സോ ഹിയർ ഇൻ ബ്രിട്ടീഷ് അക്കാദമി വി ക്രിയേറ്റ് ആൻഡ് ഓഫർ a lot of opportunities to our students to interact with other students and to communicate effectively, and it helps them immensely at the end of the day. ആൻഡ് ബ്രിട്ടീഷ് അക്കാദമിയിൽ നിന്ന് പഠിച്ച് പുറത്തു വരുന്ന കുട്ടികൾ ജീവിത വിജയത്തിലേക്ക് എത്തും. അവർ ആത്മവിശ്വാസത്തോടു കൂടി ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ചാലഞ്ചസും അവർ ചെക്കപ്പ് ചെയ്യാൻ തയ്യാറായിരിക്കും. അവർ ഇന്റർവ്യൂവിൽ നല്ലപോലെ പെർഫോം ചെയ്യുന്നവരായി മാറും. അവരുടെ ജീവിതം ഒരു സക്സസ് സ്റ്റോറിയായി മാറുകയും ചെയ്യും എന്ന് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ വേണ്ടി കഴിയും. സോ കം ആൻഡ് വിസിറ്റ് അവർ അക്കാദമി, ബ്രിട്ടീഷ് അക്കാദമി.